ഹലോ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ കുളം. ഇവിടെ താമര വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. വലിയ മീനൊക്കെ അടിയിലാണ്, കാണാൻ പറ്റില്ല. കാണിച്ചു തരാം കുളം. ഈ കുളത്തിൽ ഇത്രയൊക്കെ ഉള്ളു. ഇനി ഞാൻ കുഞ്ഞില് ഈ ഗ്രീൻ നെറ്റിൻ്റെ അകത്ത് കുഴി കുഴിച്ച് വിത്തിട്ട് വെള്ളമൊക്കെ നനച്ച് കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, വാ. ഇതാണ് ഈ പച്ചക്കറി തോട്ടത്തിൻ്റെ ഈ ഗ്രീൻ നെറ്റ്. പിന്നെ ഇതേ വലിയ വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നിത്യവഴുതന. സോറി, എനിക്ക് തെറ്റുപോയതാണ്. ഇത് നിത്യവഴുതന. ഇത് കുറേ ഔഷധ ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഇതെല്ലാ ദിവസവും ഞാൻ കറികൾ വെച്ച് തിന്നാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തക്കാളി വലിയ തക്കാളി, പാവയ്ക്ക. ഇന്നലെ എല്ലാം പറിച്ച് കഴിഞ്ഞ് ഇപ്പം ഉണ്ടായി നിൽക്കുന്നതാണിത്. കറിവേപ്പില അതേ കുറേ ചെടിയുണ്ട് കേട്ടോ അവിടെ. ഇവിടെ കുറേ ആണ് കറിവേപ്പില. അത്തിപ്പഴം കണ്ടിട്ടുള്ള നിങ്ങൾ? ഞാൻ കാണിച്ചു തരാം. വലിയ മരം കേട്ടോ. ഇതിൻ്റെ എല്ലിയാണ് ഇവിടെ വെക്കണത്. അവിടെ നിന്ന് ഇവിടേക്ക് വന്നേക്കാം. വാ, അത്തിപ്പഴം കാണിച്ചു തരാം, വാ. ഇതാണ് മല്ലിയില. ചെറിയ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറേ ഉണ്ട്, അപ്പുറത്തും കുറേ ഉണ്ട് കേട്ടോ. ഇതാണ് അത്തിപ്പഴം. ഇതേപോലെ പശയൊക്കെ ഉണ്ട്. അവിടെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത്തിപ്പഴം പഴുത്തത് നമ്മൾ ലുലു മാളിൽ നിന്നൊക്കെ കാശ് മേടിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ഇതാണിത്. ഈ മധുരക്കിഴങ്ങ് നല്ല മധുരമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ്. ഞാൻ എപ്പോൾ അവരെ വന്നാലും ഇവിടുന്ന് ഞാൻ പറിച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. ഭയങ്കര ഇഷ്ടമാണിത്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് വെച്ചാൽ നമ്മുടെ കത്രിക്ക നല്ല വലിയതായി, ഒന്ന് പറിക്കണം. നല്ല വലിയതാ. പിന്നെ ഇതേ പച്ചമുളക്, ഇത് ഇത്ര വലിയതൊക്കെ ഉണ്ട്, നല്ല വലിയതാ. എൻ്റെ വെല്ലിൻ്റെ അത്രയ്ക്ക് ഉണ്ട്. എൻ്റെ വെള്ളേക്കാളും വലുതാ. പിന്നെ ഇതേ കുഞ്ഞ കത്രിക്ക. ഇതാണ് നമ്മുടെ എന്നിട്ട് പേര് പറയപ്പോ പുതിനല. ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊഴിക്കുമ്പോൾ ഇതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാവും, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാരങ്ങ എപ്പോൾ പിഴിഞ്ഞാലും ഇത് കൂട്ടി ഞാൻ കുടിക്കുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ്. കോൾഗേറ്റിൻ്റെ മണമാണ് ഈ പുതിനലക്ക്, നല്ല മണമാണ്. ഇത്ര കാട്ടിയത് ഞങ്ങൾ പറമ്പിലാണ്. അവിടെ പോണ വഴി ഞാൻ കാണിച്ചു തരാം. ഏല, അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏല, കാപ്പിക്കുരു, അത് ഏലയുടെ വള്ളി, കാച്ചിരി വള്ളി ആയിട്ടുണ്ട്. ഇതിലെന്നെ എന്തിക്കളും നടക്കുമ്പോൾ നല്ല രസമാണ്. ഇവിടെ സൂര്യനൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ പാലത്തോടെ അങ്ങോട്ട് കിടക്കാൻ പോവാണ്. ചെറിയ പാലം, കുറച്ച് പുഴയാണ്. അപ്പം പൂവൊക്കെ ഇട്ടുണ്ട്. ധാരാളം ഏലക്കായ ഉണ്ട്, കുറേ ഉണ്ട്. കുരുമുളക് മരത്തിൽ ഇങ്ങനെ കയറി വലിയ അവിടെ ആയി കുറേ ഉണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിൽ വലിയ കോഴിക്കൂടൊക്കെ ആയിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിയിൽ അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഇലകളാണ്. സ്റ്റെപ്പ് കയറി മേടിച്ച് പോവാം. ഇവിടെ നാരങ്ങ ഉണ്ട് കേട്ടോ. അവിടെ ഓറഞ്ച് പിന്നെ നാരങ്ങയുണ്ട്. ഇത് കോഴി. ഇത് ഏലത്തിനിടാനുള്ള വളങ്ങളാണ്. ഇവിടെ കുറേ ഇലകളുള്ളതുകൊണ്ട് നിറച്ച് വളം വേണം. പിന്നെ മാങ്കോസ്റ്റി, ജാതിക്ക, പിന്നെ കൊല കണ്ടോ,
ഞാൻ കാണിച്ചു തരും. ഇലയുടെ അല്ലേ നല്ല വലിയ കൊലയാണ്. അത് ഞാൻ പഴുത്തിട്ട് വേണം തിന്നാൻ എനിക്ക്. ഇതാണ് വെള്ള ആമ്പല്. ഇവിടെ ഒരു മുറത്തിലാക്കി വെച്ചേക്കാം. വേറെ ആമ്പലുണ്ട് വയലറ്റ്, പിങ്ക്. ഇത് മുട്ടിട്ടിട്ടുള്ളൂ. ഇതൊന്നും ഇത് വളരാം. നമ്മൾ മുറ്റത്ത് തന്നെ ചെടിച്ചട്ടിയിൽ ഇതേ മഞ്ഞൾ അല്ലേ, മഞ്ഞളല്ല സോറി, ഇഞ്ചി, പനിക്കൂർക്ക, പിന്നെ ചീര ദേ ചെറുത്, പിന്നെ ഇതെന്തുറ്റാ മുളക്, പിന്നെ അത് ഈ ഒരു പൂവിൻ്റെ പേര് ആന്തോറിയം എന്നാണ്. പിന്നെ ഇതേ റോസാപ്പൂവിൻ്റെ ഉള്ളിൽ പിങ്ക്, പിന്നെ ഇത് വൈറ്റ്. കോവയ്ക്കാണ് ഇതേ കോവയ്ക്കയുടെ ഇല. പിന്നെ ഇതാ ഇത് മുല്ല, ഇതേ കോവയ്ക്കട്ട. പിന്നെ ഇവിടെ മുല്ലുണ്ട്. മുല്ലുമേല് ഇതേ ഇവിടെ ഒരു കട്ടൂർമ ഇരിക്കുന്നുണ്ട്, കൈ കടിക്കാനാന്നുണ്ട്. അല്ലേ ഞങ്ങൾ വേറൊരു ഇവിടെ ഒരു കുളമാക്കിയിട്ട് ഒരു അമ്പലം ഇട്ടുണ്ട്. സൂര്യൻ പോയപ്പോൾ ഇവിടെയൊക്കെ മുട്ടുണ്ട്, അതൊക്കെ ചുങ്ങി അവിടെ ഒരെണ്ണം കരിഞ്ഞു പോയി. ഇതാണ് വീട്. പിന്നെ ഇവിടെ ഒരു ചെടി ഉണ്ട്, പൂ കണ്ടോ, നല്ല രസമുണ്ടല്ലേ പൂ കാണാൻ. ഇത് നല്ല രസമല്ലേ ഈ ഇലകൾ. നല്ല കുറേ ചെടികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചെടിച്ചട്ടിയിൽ നല്ല ഇലകൾ, ചെടി പൂക്കൾ ആയിട്ടുണ്ട്, കാണിച്ചു തരാം. കുറേ തരമുണ്ട് കേട്ടോ. പനിക്കൂർക്ക, ജമ്മി, റോസാപ്പൂ, പിന്നെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളൊരു പൂ കണ്ടോ, അത് ഞാൻ കാണിച്ചു തരാം. കാണാത്ത പൂവാന്ന് തോന്നുന്നു. ഇതൊരു തക്കാളിപ്പഴം കണ്ട, ഞാൻ ഇപ്പം പറിക്കാൻ പോവാണേ. നല്ല ചുമന്ന തക്കാളിപ്പഴം. പിന്നെ ഈ പൂ നിങ്ങൾ കണ്ടണ്ട, തേനുണ്ട്. പിന്നെ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ചീര. ഇത് പേര് കേളാണ്. ഡിഫറെൻ്റ് അല്ല, നല്ല രസമില്ലേ കാണാൻ. കഴിക്കുമ്പോൾ നല്ല രസമാണ്, കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് മുളക്, നല്ല ചുമന്ന കളറ്. ഒരു കുറേ ഉണ്ട് കേട്ടോ, അതേ ഇവിടെ ഇങ്ങനെ ചെയ്തു. കൂട്ടുകാരെ ബ്രിഞ്ചാൾ, വൈറ്റ് കളർ ബ്രിഞ്ചാൾ നല്ല രസമുണ്ട്. പിന്നെ അതേ ഇവിടെ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. ഇനി ബ്രിഞ്ചാളാവണം. അടുത്തത് വഴുതനങ്ങയാണ്, പഴുത്തു. ഇത് വിത്തിനിട്ടേക്കാണ് തക്കാളിച്ചെടി. ഇത് ചീരകളൊക്കെയാണ്. ഇത് തക്കാളിച്ചെടിയുടെ ഇല കണ്ടോ. പിന്നെ ഇത് ചീര. ഹലോ കൂട്ടുകാരെ, ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടായത് കണ്ടിട്ടുണ്ടോ, അതിൻ്റെ ചെടിയാണ്. ഇനി ഉരുളക്കിഴങ്ങ് ഉണ്ടാവണതിൽ ചെടി ഡിഫറെൻ്റ് അല്ലേ. അതെ ക്യാബേജിൻ്റെ ഇല ആവണുള്ളൂ. ക്യാബേജ് തക്കാളി കണ്ടോ, തക്കാളി കണ്ടോ, പച്ചയും നല്ല പഴുത്ത് വരുന്നതും. പിന്നെ അതെ കണ്ടോ ചേമ്പുണ്ട്, ചേമ്പിൻ്റെ ഇല നോക്കി വലിയ. ഇതാണ് ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രം. ഇത് ക്യാബേജ് ആയി വന്നിട്ട് കുറച്ച് വെള്ളം കൊടുക്കാം. കൂട്ടുകാരെ ഇതാണ് കറ്റാർവാഴ, ഭയങ്കര വലിയതായി ഒക്കെ ഉണ്ട്. കൂട്ടുകാരെ നിങ്ങൾ കണ്ടോ മുന്തിരിയുടെ ഇല കണ്ടോ, മുന്തിരി. ഈ മുന്തിരി ഉണ്ടാവാൻ ഞാൻ വെയിറ്റിങ്ങില്ല. എനിക്ക് കൈയെത്താ കാണിച്ചെടുക്കാം. പിന്നെ വാഴക്കല ഉണ്ടോ മുകളിൽ, കൈ പോലും എത്തല്ല. എത്തി. എൻ്റെ വീട്ടിലെ പേരയ്ക്ക മരത്തിൽ കുറേ പേരയ്ക്കാണ്. കാരണം പഴുത്തത് ഞാൻ പറിച്ച് വേണം കാണിക്കാം. ചെറുതും വലുതും പഴുത്ത് തുടങ്ങി. പൊട്ടിക്കണം, വെയിറ്റിങ്ങിലാണ്. കുറച്ചുകൂടി പഴുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. കൊളാണ്, അതാണ് പേടി. പേരയ്ക്ക ഞാൻ പറിച്ചത് നല്ല ചുവപ്പുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ പപ്പായ നോക്കി, ഞാനെവിടെ നിൽക്കണ പപ്പായ എവിടെയാണ് നോക്കി, ഞാനെവിടെയാ. ഇത് ഇവിടെ ഇലയൊക്കെ ഉണ്ടായില്ല, ഓരോന്നൊക്കെ ഉണ്ടായിട്ട് വരണുള്ളൂ എന്ന് പറയാം.
ഏലക്ക ഉണ്ടായത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഏലക്ക അത് ഓരോരുത്തരും ഉണ്ടായി വരുന്നുള്ളൂ. പൂവായി ഇത് ഇവിടെ ഒരു ഏലക്കായി കേട്ടോ. അത് ആര്യവേപ്പില ഇലയാണിത്. അങ്ങോട്ട് നോക്കിയാൽ മുട്ടുകൾ കുറേ കാണാം. മല്ലിയുടെ കുറേ പൂക്കൾ ഓണത്തിനിടാൻ വേണ്ടി നന്നായിട്ട് ഞാൻ നോക്കി ഇവിടം വരെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കുറേ ആണ്. സ്ട്രോബെറി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സ്ട്രോബെറി ഉണ്ട് അതുപോലെ തന്നെ. സ്ട്രോബെറി അല്ല, ഇപ്പോൾ സ്ട്രോബെറി സീസൺ അല്ലല്ലോ. സ്ട്രോബെറി ഉണ്ടാവണം, വെയിറ്റിങ്ങിലാണ്. നല്ല ടേസ്റ്റ് അല്ലേ സ്ട്രോബെറി. പൂക്കളായിട്ടുണ്ടല്ലോ, കുറച്ച് പൂക്കളായിട്ടുണ്ട്. ഇനി ആവണം സ്ട്രോബെറി. റോസാപ്പൂച്ചെടി ഉണ്ട്. വാ, റോസാപ്പൂ അവിടെയാണ്. ബീൻസും ചീരയും ഇനിയുണ്ട്, കുറേ ഉണ്ട്. ചീര ഇനി വലിയത് ഞാൻ കാണിച്ചു തരാം. വാ, വലിയ ബീൻസ് നല്ല വലിയ മരമായി. ചീര ഞാൻ പറഞ്ഞ ചീരയാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ ചീര. വലിയ ഇലയായി, കുറേ ഉണ്ട് കേട്ടോ ചീര. വെള്ളുതേ വലിയ വലിയ പപ്പായ ആയിണ്ട്. പൊട്ടിക്കണം എന്ന് വലിയതായ ആ പപ്പായ കണ്ടോ, അത് റെഡ് ലേഡിയാണ്. ചുമപ്പ് കളറ് നല്ല ഭംഗിയുണ്ട്. വേറെ നിങ്ങൾ തേനീച്ചക്കൂട് കണ്ടണ്ട നോക്കി. ഇത് തേനീച്ചക്കൂടാണ്. തേനീച്ചൊക്കെ സീസൺ അല്ലല്ലോ, തേനീച്ചിന് വരണം. ഞാൻ വെയിറ്റിങ്ങില്ല. ബ്രെഡിൻ്റെ കൂടെ ഇതിലത്തെ തേനായിരുന്നു ഞാൻ ഒഴിച്ച് കുഴിക്കാൻ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ, നല്ല രുചിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഫ്രാഷൻ ഫ്രൂട്ട് കണ്ടുണ്ടോ? പിന്നെ നോക്കി വലിയ വള്ളിയില കയറിപ്പോയേക്കണേ, മരത്തിലൊക്കെ കയറിപ്പോയിട്ടുണ്ട്. മരങ്ങളിൽ കയറിപ്പോയേക്കാണ്. പച്ചയാണ്, പഴുക്കണുള്ളൂ. മുല്ലപ്പൂ ചെടി ഇപ്പോൾ വിരിയാണ്. ഗോൾഡൻ ബെറി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിപ്പോൾ ഒരു പച്ചയാണ്, പഴുത്തിട്ടില്ലേ. ഞാൻ കാണിച്ചു തരാം. ഗോൾഡൻ ബെറി അറിയാം. ഇതാണ് ഗോൾഡൻ ബെറി. കണ്ടോ, ഇത് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട കളർ സാധനം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. അതേ പഴുത്തൂലോ. ആ പഴുത്തെടുത്ത് കഴിക്കും ഞാൻ. വയറ് വെറുതെ കഴിക്കട്ടെ. അതെ, നല്ല മധുരം. മുക്കുറ്റി ഇത് കുറേ വെക്കുന്നുണ്ട് ഇവിടെ. നിരത്തി വെച്ചേക്കാം, പൂക്കളുണ്ടാകുമ്പോൾ റെഡി ആക്കാം. ഹലോ കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടോ എൻ്റെ വീട് എവിടെയാണെന്ന്. ഇടുക്കി ജില്ലയിൽ മൂന്നാർ പോണ വഴിയിൽ കല്ലാർ എന്ന പറഞ്ഞ സ്ഥലത്ത് കൂടെ പോയ കുടിച്ചുപാറയിലാണ് എൻ്റെ വീട്. ഈ വീട്ടിൽ കുറേ പച്ചക്കറി തോട്ടം അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചൊന്നുമില്ല, എത്ര കുറേയാണ് കൂട്ടുകാരെ. ഇവിടെ കുറേ ടൂറിസ്റ്റ് ഇങ്ങനെ കുറേ വണ്ടികളൊക്കെ ഇപ്പോൾ വന്നു പോകുന്നുണ്ട്. ഇവിടെ കോട്ടപ്പാറ മേട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വൈകുന്നേരം ആകുമ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി കുറേ പേര് വരും. ഇപ്പോൾ തന്നെ 5-10 ജീപ്പൊക്കെ പോയി. അതിനേക്കാളും കൂടുതലുണ്ട്. കുറേ ജീപ്പ് ഇപ്പോൾ പോയിട്ടുണ്ട് അവിടേക്ക്. 6 മണി 7 മണിയാകുമ്പോഴേക്കും ആവുമല്ലോ കാണാൻ. പിന്നെ മൂന്നാർ വഴി ലക്ഷ്മി ഗേറ്റ് ഇതിൽ കൂടെ പോകുമ്പോൾ കുറേ കാണാനുണ്ട്, കുറേ അധികം ഉണ്ട്. എല്ലാവരും ഇവിടേക്ക് വരണം കേട്ടോ. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസെറ്റൊക്കെ കണ്ടിരിക്കാൻ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി. എന്താണെന്നറിയോ, ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ ദിവസവും രാത്രി ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത്. അത് കാണാൻ നല്ല മനോഹരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. എല്ലാവരും വരണം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള എൻ്റെ വീഡിയോ. ടാറ്റാ.